ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ചെയ്യാം. അപ്പോൾ താഴെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ആദ്യം ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മിസാൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം. ഐന കലമുക്ക യ അബി, അല്ലയോ എൻ്റെ ഉപ്പ, നിൻ്റെ പേന അഥവാ നിങ്ങളുടെ പേന എവിടെ? അപ്പോൾ അതിനെന്താക്കണം? സ്ത്രീലിംഗാക്കണം, മുഅന്നസാക്കണം. അപ്പോൾ എങ്ങനെ ആക്കിയത്? ഐന കലമുക്കി യാ ഉമ്മി, അല്ലയോ എൻ്റെ ഉമ്മ, നിങ്ങളുടെ പേന, നിൻ്റെ, അറബിയിൽ കീ തന്നെ എഴുതാം, നിൻ്റെ പേന എവിടെ? അപ്പോൾ ഉപ്പ എന്ന് പറഞ്ഞപ്പോൾ കലമുക്ക, ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ കലമുക്കി. അപ്പോൾ അതേപോലെ താഴെ പുല്ലിംഗം കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ എന്താക്കണം? സ്ത്രീലിംഗം ആക്കണം. ആരെയാണ് വിളിക്കുന്നത്? ആ വിളിക്കപ്പെടുന്ന ആൾ പുല്ലിംഗാണ് ആദ്യം കൊടുത്തത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ സ്ത്രീലിംഗായ വിളിക്കപ്പെടുന്ന വ്യക്തികളെ അതിന് തുല്യമായിട്ട് മാറ്റണം. അപ്പം നോക്കാം. ഇന്ദക്ക കലമുന്യ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, നിൻ്റെ അടുത്ത് പേനയുണ്ടോ? നിനക്ക് പേനയുണ്ടോ? നിൻ്റെ അടുത്ത് പേനയുണ്ടോ? ഇന്ദക്ക ക, കാരണം മുഹമ്മദാണ്, മുദക്കറാണ്. അപ്പോൾ ഇന്ദക്ക. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്താ ഉള്ളത്? യാ ആമീനത്തു എന്നാണ് ഉള്ളത്. അപ്പോൾ സ്ത്രീലിംഗായി. അപ്പോൾ സ്ത്രീലിംഗാകുമ്പോൾ എങ്ങനെ ചോദിക്കാം? ഇന്ദക്കി കലമുന്യ ആമീനത്തു, ഇന്ദക്കി കലമുന്യ ആമീനത്തു. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഐന ബൈത്തുക യാ സയ്യിദി, സയ്യിദ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ. നിൻ്റെ വീട് എവിടെ? അപ്പോൾ ബൈത്തുക്ക പുല്ലിംഗായമുണ്ട്. അപ്പോൾ ഇപ്പുറം എന്താ? യാ സയ്യിദത്തി. ഓക്കെ, അപ്പോൾ എന്താ? ഐന ബൈത്തുക്കി യാ സയ്യിദത്തി. അപ്പോൾ മുന്നസാകുമ്പോൾ ബൈത്തുക്കി. ഹാസ ദഫ്തറു ലക യാ അലിയു, അല്ലയോ അലി, നിൻ്റെതാണോ ഈ നോട്ട്ബുക്ക്? എന്ന് പറഞ്ഞാൽ ആണോ. ഹാദ ഇത്, ഹാസ ദഫ്തറു. അപ്പോൾ ഹാദക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നു. ഹാദ ഇസ്മു ഇഷാര. അതിനുശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നാൽ പിന്നെന്താ അർത്ഥം വരാം? ഈ നോട്ട്ബുക്ക്. അദ്ദഫ്തറു ബദലാണ്. അപ്പോൾ ഈ നോട്ട്ബുക്കാണോ? ലക്ക നിൻ്റെത്, യാ അലി, അല്ലയോ അലി. അപ്പോൾ ഈ നോട്ട്ബുക്ക് നിൻ്റെതാണോ അല്ലയോ അലി? അപ്പോൾ ഇപ്പുറം എന്താ? ഫാത്തിമയാണ്. യാ ഫാത്തിമ. അപ്പോൾ വിളിക്കപ്പെടുന്ന ആൾ മുഅന്നസാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഹാസ ദഫ്തറു ലക്കി യാ ഫാത്തിമത്തു, അല്ലയോ ഫാത്തിമ, നിൻ്റെതാണോ ഈ നോട്ട്ബുക്ക്? അപ്പോൾ സ്ത്രീ ആകുമ്പോൾ ലക്കി എന്നാക്കണം, പുല്ലിംഗാകുമ്പോൾ ലക്ക എന്നാക്കണം. മിൻ ഐന അൻത യാ അഖി, എൻ്റെ സഹോദര, നീ എവിടെ നിന്നാണ്? അപ്പോൾ ഇപ്പുറം യാ ഉഖ്തി എന്നാ. അപ്പോൾ സ്ത്രീലിംഗാക്കണം. അപ്പോൾ എങ്ങനെ പറയാം? മിൻ ഐന അൻതി യാ ഉഖ്തി, മിൻ ഐന അൻതി യാ ഉഖ്തി. അപ്പോൾ അൻത എന്താവും? അൻതിയാവും. ഐന അബൂക്ക യാ ഖാലിദു, നിൻ്റെ ഉപ്പ എവിടെ അല്ലയോ ഖാലിദ്? അപ്പോൾ ഇനി ഖദീജനോടെ ചോദിക്കണ്ടേ? അല്ലയോ ഖദീജ, നിൻ്റെ ഉപ്പ എവിടെ? എങ്ങനെ പറയാം? ഐന അബൂ കി യാ ഖദീജത്തു, ഐന അബൂ കി യാ ഖദീജത്തു. ഓക്കെ, പുല്ലിംഗാകുമ്പോൾ ഒരു പുരുഷനോട് ചോദിക്കുമ്പോൾ അബൂക്ക, സ്ത്രീയോട് ചോദിക്കുമ്പോൾ അബൂക്കി. അൻത മരീലുൻ യാ ഖാലി, ഖാലി എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ സിസ്റ്റർ, അല്ല ഉമ്മൻ്റെ ബ്രദർ ഖാലി. നീ രോഗിയാണോ അല്ലയോ എൻ്റെ ഖാലി? അപ്പോൾ യാ ഖാലത്തി എന്ന് പറയണം. അപ്പോൾ ഉമ്മൻ്റെ സിസ്റ്റർ. അപ്പോൾ ഉമ്മൻ്റെ സിസ്റ്ററാണ് ഖാലത്തി, ഉമ്മൻ്റെ ബ്രദറാണ് ഖാലി. അപ്പോൾ ഉമ്മൻ്റെ സിസ്റ്ററോട് ചോദിക്കണം, യാ ഖാലത്തി, നീ രോഗിയാണോ? അപ്പോൾ ഇവിടെ രണ്ട് സംഗതികൾ മാറ്റേണ്ടി വരും. ഒന്ന് അൻതി എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ മരീലത്തുൻ, അതും സ്ത്രീയാക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം?
അൻതി മരീലത്തുൻ യാ ഖാലത്തി. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഐന ബൈത്തുക്ക യാ അമ്മി. അമ്മെന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ ബ്രദർ. ഓക്കെ, ഉപ്പൻ്റെ ബ്രദറാണ് അമ്മി. അപ്പം അതിൻ്റെ സ്ത്രീലിംഗാണ് അമ്മത്തി. ഓക്കെ, ഉപ്പൻ്റെ സിസ്റ്റർ. അപ്പോൾ ഐന ബൈത്തുക്ക യാ അമ്മി. അപ്പോൾ യാ അമ്മത്തി എന്നെങ്ങനെ പറയാം? ഐന ബൈത്തുക്കി യാ അമ്മത്തി. അപ്പോൾ ബാറക്കല്ലാഹു ഫീക്കും, ഇത് എളുപ്പമാണ്. അപ്പോൾ ബൈത്തുക്ക എന്നുള്ളത് മുസക്കറിനെ വിളിക്കുമ്പോൾ ആകുമ്പോൾ ബൈത്തുക്കി എന്നുള്ളത് മുഅന്നസിനെ വിളിക്കുമ്പോൾ ആവും. ആ ലക്ക അഖുൻ യാ ഹാമിദു. അല്ലയോ ഹാമിദ്, നിനക്ക് സഹോദരനുണ്ടോ? അപ്പോൾ ഇനി മുഅന്നസിനോട് ചോദിക്കണം, സ്ത്രീയോട് ചോദിക്കണം. യാ സുആദു, സ്ത്രീയോട് ചോദിക്കണം. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ആ ലക്കി അഖുൻ യാ സുആദു. നിനക്ക് സഹോദരനുണ്ടോ അല്ലയോ സുആദെ? മാതാ ഇന്ദക്ക യാ അഖി. അല്ലയോ എൻ്റെ സഹോദരന, നിനക്കെന്ത് പറ്റി? നിനക്കെന്തുണ്ട്? അതായത് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കാനാണ് മാതാ ഇന്ദക്ക യാ അഖി. അപ്പോൾ ഉഖ്തിനോട് എങ്ങനെ ചോദിക്കുക? മാതാ ഇന്ദക്കി യാ ഉഖ്തി. അപ്പോൾ അഖിനോടാകുമ്പോൾ മാതാ ഇന്ദക്ക യാ അഖി. ഉഖ്തിനോട് ചോദിക്കുമ്പോൾ മാതാ ഇന്ദക്കി യാ ഉഖ്തി. നിനക്കെന്തുണ്ട്? നിനക്കെന്ത് പറ്റി അല്ലയോ എൻ്റെ സഹോദരി? അസ്സലാമു അലൈക യാ അബി. എൻ്റെ ഉപ്പ, നിങ്ങൾക്ക് സലാം. അപ്പോൾ യാ ഉമ്മി എന്നെങ്ങനെ പറയാം? അസ്സലാമു അലൈക്കി യാ ഉമ്മി. ബാറക്കല്ലാഹു ഫീക്കും.